Hello viewers, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ആലിയ കട്ടിന്റെ ഫീഡിംഗ് കുർത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആലിയ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെന്ററിലെ പ്ലീറ്റ് ഇടുമ്പോൾ ഒരു തൊടിവ് പോലെ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അത് ശരിയാക്കാനുള്ള ട്രിക്ക് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് 34 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം നോർമലി ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. ഞാൻ സൈസ് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് സാധാരണ സ്റ്റിച്ച് ചെയ്യാറ്. ഇതൊരു ഫീഡിങ് കുർത്തി ആയതുകൊണ്ട് തന്നെ ഷോൾഡറിന് 14 എന്നുള്ളതിന് പകുതി 7 എടുത്ത ശേഷം ഒരു ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടിയിടുന്നുണ്ട്. കാരണം നമുക്ക് ഫീഡിങ് സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യുമ്പം കുറച്ച് ലെങ്ത് കുറയും, അതുകൊണ്ട്. ഇനി ആം ഹോളിൽ ഞാൻ 7 മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കേർവ് ചെയ്യുകയാണ്. കർവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 1/2 ഇഞ്ച് താഴേക്കായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർമലി നമ്മൾ കുർത്തീസിന് അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബേസ് ലൈൻ ഇവിടെ വേണം എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പം ബേസ് ലൈൻ ഞാനൊരു 16 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ടും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് സൈസ് നമുക്ക് വരുന്നത് 34 ആണ്. അപ്പോൾ 34നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.5 കിട്ടുന്നത്. അപ്പോൾ 8.5യുടെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് ലൂസ് വരുമ്പോൾ 9, അതേ പ്ലസ് നമ്മുടെ സീം അലവൻസ് വരുമ്പോഴത്തേക്കിനും 10. ഇനി നമുക്ക് സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാനുള്ള 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ 11ൽ നമ്മൾ 11 അല്ലെ 11.5 നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്ക് വേസ്റ്റ് ലൈനിൻ്റെ വിട്ട് നോക്കാം. വേസ്റ്റ് ലൈൻ നമുക്ക് വരുന്നത് 30 ആണ്. അപ്പം 30നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 7.5 ആണ്. അപ്പം 7.5 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് വരുമ്പം 8 പ്ലസ് നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും 1 ഇഞ്ചും കൂടെ കൂട്ടി അല്ലെ 1.5 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 10.5 മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്കതിനെ കേർവ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് നെക്ക് ലൈനിൽ നിന്ന് എന്തോരമാണ് നമ്മുടെ ആ ഒരു ഡീപ്നെസ് വരേണ്ടതെന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഏകദേശം ഒരു 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ആ 13നെയും നമ്മൾ ആ 16നെയും, അതായത് നമുക്ക് വേസ്റ്റ് ലൈൻ വരേണ്ടത് 16 ഇഞ്ചിനാന്ന് പറഞ്ഞ് അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് ഒരു സ്ലാൻഡിങ് ലൈൻ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ പീസ് ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ ആം ഹോളും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആം ഹോൾ കട്ട് ചെയ്ത ശേഷം നമ്മൾക്ക് നമ്മുടെ മുകളിലേക്കുള്ള പോർഷന് ഇങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് സിപ്പേഴ്സ് എവിടെയാണ് വരേണ്ടത് ആ ഒരു മാർക്കിംഗ് ആണ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നോർമലി 34 ചെസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 4 ഇഞ്ച് വിട്ട്, അതായത് 8 ഇഞ്ച് ബെസ്റ്റ് പോയിൻറ്റ് ടു ബെസ്റ്റ് പോയിൻറ്റ് 8 ഇഞ്ച് വരത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം 4ഉം 1 ഇഞ്ച് നമ്മുടെ ആ ഒരു സീം അലവൻസിൻ്റെയും കൂടെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 4.25 മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു പാർട്ടിലൂടെ നേരെ കട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് കട്ടിങ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ സെൻറ്ററിലെ ഒരു പീസും അതുപോലെ തന്നെ സൈഡിലെ 2 പീസും വരത്തക്ക രീതിയിലാണ് വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ബോട്ടം പോർഷനാണ് നമ്മൾ കട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിരുന്നു. അവിടെ നിന്ന് നേരെ ചെരിച്ച് സൈഡിലേക്ക് നമ്മുടെ ക്ലോത്തിന് എന്തോരം വിട്ടുണ്ടോ അത്രയും തന്നെ വിട്ടിലാണ് ഞാൻ ബോട്ടം പോർഷനിലെ ലെയറും എടുക്കുന്നത്. അപ്പം നമുക്ക് അത്രയും ചുരുക്ക് കൂടി നമുക്ക് സെൻറ്റർ പാർട്ടിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നേരെ അങ്ങ് കേർവ് ചെയ്ത് നേരെ താഴേക്ക് അങ്ങ് വെട്ടുകയാണ്. ഇനി ഈ സൈഡിൽ നിന്നാണ് നമ്മൾ 16 ഇഞ്ച് ഓൾറെഡി വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ താഴേക്ക് നമുക്ക് എന്തോരം നമ്മുടെ കുർത്തിക്ക് ഇറക്കം വേണോ അത്രയും ഇറക്കത്തിൽ നമുക്ക് ക്ലോത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയാണ് നമുക്ക് മാർക്കിങ് വരുന്നത്. ഞാനിനി അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്.
നമ്മൾ ഫ്രണ്ട് പോർഷൻ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് സിപ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷോൾഡർ നമ്മൾ 7 തന്നെ മാർക്ക് ചെയ്യുന്നു. ആം ഹോള് നേരത്തെ ചെയ്തതുപോലെ തന്നെ 7 മാർക്ക് ചെയ്തിട്ട് താഴേക്ക് കർവ് ചെയ്ത് ഒരു 1/2 ഇഞ്ച് കൂടി കർവ് ചെയ്ത് താഴേക്ക് വരച്ചിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് അളവ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 8.5 ചെസ്റ്റ് വരുന്നത്. അപ്പം 1/2 ഇഞ്ച് ലൂസും അതുപോലെ തന്നെ 1 ഇഞ്ച് സീം അലവൻസൂടെ കൂട്ടി നമ്മൾ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് ലൈൻ നമുക്ക് വരുന്നത് ഇതിന് 14 വരുന്നത്. അപ്പോൾ 14 നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നമുക്ക് വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു കുർത്തിയുടെ ബാക്ക് വശം നമ്മൾ പ്ലെയിൻ ആയിട്ട് നമ്മുടെ സാധാരണ സ്ലിറ്റഡ് കുർത്തിയുടെ ബാക്ക് വശം വരുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി സ്ലിറ്റഡ് പോർഷനിലേക്കുള്ള, അതായത് നമ്മുടെ ഹിപ്പ് പോർഷനിലേക്കുള്ള മാർക്കിങ്സ് കൊടുക്കാം. ഹിപ്പ് പോർഷനിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൽ നിന്ന് 21 ആണ് ഹിപ്പ് പോർഷനായിട്ട് മാർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് അളവ് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പം നമുക്ക് ആ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് താഴേക്ക് കട്ട് ചെയ്യുന്നത്, കേർവ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ ബാക്കിലെ പീസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ സ്ലിറ്റഡ് കുർത്തിയുടെ പോലെ തന്നെയാണ് നമ്മൾ വെട്ടുന്നത്. നമ്മുടെ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ കസ്റ്റമറിന് അത്യാവശ്യം ലെങ്ത്തിൽ വേണ്ടതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 47ഓളം അടുത്ത് ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് ലെങ്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ചെറിയൊരു നോച്ച് പോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയൊരു നോച്ച് കൊടുത്തത്. ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ബാക്കിൽ ടക്കിൻ്റെ പോർഷൻസാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഷോൾഡറിൽ നിന്ന് 12 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് താഴേക്ക്. അവിടെ നിന്ന് ഒരു 8 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ടക്കുകൾ തമ്മിലുള്ള വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 എടുത്താലും മതിയാവും, 34 ചെസ്റ്റ് സൈസ് ആയതുകൊണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുൻപ് കട്ട് ചെയ്തതിനകത്തു നിന്നുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്, അപ്പോൾ ഒരു കുർത്തി മോഡൽ തയ്ക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് അധികം ഇറക്കുന്നില്ല, 2 ഇഞ്ചാണ്. നമ്മുടെ വിഡ്ത്ത് വരുന്നത് 3.5 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഒരു റൗണ്ട് പോലെ കർവ് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്ന മെറ്റീരിയലിന് നമ്മൾ ആ നെക്കിൻ്റെ കട്ട് ചെയ്തെടുത്തുനിന്ന് ഒരു 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം വിട്ടിട്ട് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഞാനത് മാർക്ക് ചെയ്യുന്നില്ല, ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് വിട്ടിൽ ഞാൻ ആ പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ സ്ലീവാണ് ഇനി അടുത്തത് വെട്ടാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ നമ്മുടെ സെൻറ്ററിൽ, സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് വരുന്നത് പോലെയാണ് ക്ലോത്ത് എടുക്കുന്നത്. കാരണം നമ്മുടെ പാറ്റേൺ ആ ഒരു മോഡലിലാണ് വരുന്നത്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ വരേണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കട്ട് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ പീസിൽ കട്ട് ചെയ്തെടുക്കാൻ അത്രയും മെറ്റീരിയൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സെൻറ്ററിലൊരു കട്ടിങ് വരത്തക്ക രീതിയിലാണ് നെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഫുൾ സ്ലീവാണ്. അപ്പോൾ നമ്മളിനി മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ ആം ഹോളിന് നോർമലി നല്ല രീതിയിലുള്ള ഡീപ്നെസ് കൊടുക്കാറുണ്ട്. നോർമലി കുർത്തയ്ക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ കൊടുക്കുമ്പോൾ അധികം തുടിഞ്ഞ് കിടക്കാതെ നല്ല നീറ്റായിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമുക്ക് സെൻറ്ററിൽ അടിക്കുമ്പം പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പം നമ്മൾ ചുരിദാറിൻ്റെ മെയിൻ പാർട്ടിൽ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തതിന് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നു, അതൊന്ന് അളന്ന് നോക്കിയിരുന്നു. അപ്പം ആ ഒരു അളവ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്, അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. സെൻറ്ററിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കൂടെ വരും. അപ്പം നമുക്ക് അളവ് കറക്റ്റാവും. അപ്പോൾ നമ്മൾ തയ്ക്കുന്നത് ഫീഡിങ് സിപ്പുള്ള കുർത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതും ഫീഡിങ് സിപ്പ് വെക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സിംഗിൾ ഫൂട്ടേഴ്സ് അറ്റാച്ച് ചെയ്യാം. ഞാൻ സാധാരണയായിട്ട് ഫിഡിങ് സിപ്പ് വെക്കാൻ നേരം ഷോൾഡറിൽ നിന്ന് അല്പം ഒരു 3 ഇഞ്ചോളം താഴ്ത്തി അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചോളം താഴ്ത്തിയിട്ടാണ് സിപ്പ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അതിനുള്ള നോച്ചസാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യാം.
അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ സിപ്പ് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ സിപ്പ് ഇൻവിസിബിൾ സിപ്പറാണ് വെക്കുന്നത്. അതുകൊണ്ട് സിപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വൺ സൈഡ് നമ്മൾ അടിക്കുകയാണ്. നമ്മുടെ ഈ കുർത്തിക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻവിസിബിൾ സിപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ നമ്മൾ ലൈനിങ് ഉള്ള കുർത്തിക്ക് വെക്കുന്നതും അല്ല ലൈനിങ് ഉള്ള പാറ്റേണിന് എങ്ങനെ സിപ്പ് അറ്റാച്ച് ചെയ്യാം, അങ്ങനെ പലതരത്തിൽ നമ്മളത് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഉറപ്പായും പോയിന്ന് കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൈഡിൽ നമുക്ക് ഇൻവിസിബിൾ സിപ്പർ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ സിപ്പറിൻ്റെ വൺ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി ആ സിപ്പിൻ്റെ തന്നെ അതർ സൈഡ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാൻ അതർ സൈഡ് താഴേന്ന് മുകളിലേക്കാണ് അടിക്കുന്നത്. കാരണം നമ്മുടെ സിപ്പറിൻ്റെ റണ്ണറുമായിട്ട് ഏറ്റവും അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇൻവിസിബിൾ സിപ്പർ ഏറ്റവും അടുത്തിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത്, അതായത് റണ്ണറിൻ്റെ തൊട്ടടുത്തൂടെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ താഴേന്ന് മുകളിലേക്ക് ഒരു സൈഡ് അടിക്കുന്നത്. ഇതാ നമ്മൾ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലെയാണ് വരുന്നത്. ഇനി മേളിൽ കുറച്ച് പോർഷൻ നമുക്ക് ജോയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇങ്ങനെയാണ് സിബ് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ വരുന്നത്. നമ്മുടെ പാറ്റേൺസും കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ മുകളിൽ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്ന ഈ പോർഷൻ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് നമ്മൾ സിബ് അല്പം ഒന്ന് താഴ്ത്തിയിട്ട് അതിൻ്റെ ബാക്ക് പോർഷനിൽ നിന്ന് ദാണ്ട് ഈ തുമ്പുകൾ ഇതുപോലെ ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന്, അതായത് സിബിൻ്റെ റണ്ണറിൻ്റെ സ്റ്റോപ്പറിൻ്റെ അവിടുന്ന് മുകളിലേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ സിബ് ഫുള്ള് കയറ്റി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. ഈ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ മറ്റേ സൈഡിലും ഇൻവിസിബിൾ സിപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് പൊതുവേ ഞാൻ ഫ്രണ്ട് പീസിന് നെക്ക് കട്ട് ചെയ്യാറ്, അതായത് ഫീഡിങ് ഡ്രസ്സസിന്. അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷോൾഡർ ഒന്ന് അളന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഓക്കെ ആയിട്ട് കിട്ടും. ഇനി നമ്മളത് ഇതുപോലെ ഒരു അഡീഷണൽ പീസ് എടുത്തിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ ഇതിൻ്റെ നെക്ക് നല്ല ഡീപ്പായിട്ട് ചെയ്തിട്ട് സെൻറ്ററിലൊരു വൈറ്റ് ക്ലോത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഏകദേശം ഒരു 10 ഇഞ്ചോളം ഇറക്കം താഴേക്ക് കൊടുക്കുന്നത്. വിഡ്ത്ത് നമ്മൾ 3.5 തന്നെയാണ് എടുക്കുന്നത്. 10 ഇഞ്ച് ഇറക്കവും വിഡ്ത്ത് 3.5 എടുക്കുന്നത്. നമ്മുടെ വൈറ്റ് പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ഇഞ്ചിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഡീപ്പ് നെക്കൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫീഡിങ് സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം സിബിൻ്റെ കുറച്ച് എക്സസ് പോർഷൻ താഴേക്ക് കിടപ്പുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ സിബ് താഴേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബ് വെറുതെ സ്പോയിലായി പോകുന്നു, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ബോട്ടം പോർഷൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ആ ഇൻവിസിബിൾ സിബ്ബർ അല്ലെങ്കിൽ നമ്മുടെ സിപ്പറിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയാൻ. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ആ നെക്ക് ഞാനൊരു 1.5 ഇഞ്ച് വിഡ്ത്തിന് ആ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ചതിൻ്റെ പുറമേയുള്ള പോർഷൻസിൽ ഞാൻ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഡീപ്പ് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അത് ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ വൈറ്റ് ക്ലോത്ത് ഇത്രയും പോർഷനിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറിലെ ഹക്കോബ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ ലൈനിങ് ആയിട്ട് നമ്മുടെ കുർത്തിയുടെ മെറ്റീരിയലും തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസാണ് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ നെക്കിൻ്റെ വൈഡ്നെസ് ഒക്കെ നോക്കി പേൾപിൻ കുത്തി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ. ഇനി നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഇനി ഞാൻ എക്സസ് വരുന്ന പീസ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ഇൻ്റർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ആലിയ കട്ടിൻ്റെ പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആലിയ കട്ട് താഴേക്ക് ചുരുക്കി വരുന്ന പോർഷൻ. നമ്മൾ ചുരുക്കിടുമ്പോഴേക്കും ഇതുപോലെ ലെവൽ ചെയ്ത്, അതായത് സൈഡിലേക്ക് അല്ലെ സെൻറ്ററിലേക്ക് പ്ലീറ്റ്സ് പോകത്തക്ക രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തയ്ച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ പോർഷനിൽ കുറച്ച് തുടിവ് പോലെ അല്ലെ ചുളിവ് പോലെയോ തോന്നും. ഇപ്പം നമ്മുടെ മെറ്റീരിയലിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, താഴേക്ക് നമ്മുടെ ഓരോ പ്ലീറ്റ്സ് അല്ലെങ്കിൽ ഓരോ ലെവൽ ഓഫ് ഫോൾഡിങ് ഒരേപോലെ താഴേക്ക് വരത്തക്ക രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലത്തെ ആ ഒരു ഏരിയ ലെവലായിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ വേണം ഇതിന് ഫോൾഡിങ് കൊടുക്കാൻ. ഇതുപോലെ ഞാൻ മേൽഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടി പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലീറ്റ്സ് പോകുന്നത് സൈഡിലേക്കാണ്. അങ്ങനെ സൈഡിലേക്ക് പ്ലീറ്റ്സ് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ പ്ലീറ്റ്സ് ലെവലായി ഇരിക്കാതെ വരും. അപ്പോൾ നമ്മുടെ ആ ഒരു ആലിയ കട്ടിൻ്റെ ആ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടാതെ വരും. അപ്പം ഞാനിപ്പോൾ അടിക്കുന്നത് നമ്മുടെ ഓരോ പ്ലീറ്റ്സും താഴേക്ക് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോഴും സെൻറ്റർ പാർട്ടിൽ ഒരു തുടിവ് പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും വർക്കാവും. ഇനി നമുക്ക് നമ്മുടെ ആലിയ കട്ടിൻ്റെ ബോട്ടം പോർഷൻ അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഫ്രില്ലിട്ടെടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്റർ പാർട്ടിൽ നിന്ന് സൈഡുകളിലേക്ക് അടിക്കുക. ഇതുപോലെ നമ്മൾ താഴത്തെ പോർഷൻസ് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ സിബിൻ്റെ എക്സസ് വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കളയാൻ. ഇനി കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും കട്ട് ചെയ്ത് കളയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി നമ്മൾ ബാക്ക് പീസിലേക്ക് പോവുകയാണ്. അപ്പം ബാക്ക് പീസിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ടക്ക് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുവാണ്. ഇനി നമ്മൾ മട്ടേട്ടക്കും അതുപോലെ തന്നെ നമ്മൾ മടക്കി അടിച്ചെടുക്കുവാണ്. ടക്ക് അടിച്ച ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കിലെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അഡീഷണലായിട്ട് കട്ട് ചെയ്ത ആ പീസ് വെച്ച് അടിച്ചു മറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അടിച്ചതിന് ശേഷം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്ത് ക്ലോത്തിൻ്റെ സൈഡൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കി അടിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ഹെമ്മിങ് വരുന്നത് നെക്കിൻ്റെ. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ അത്യാവശ്യം പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം സ്ലീവ്സ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ്സ് ചെയ്തത്. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ചൊന്ന് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാനിങ്ങനെ സെൻറ്റർ കൂട്ടി അടിക്കാനുള്ളൊരു 1/2 ഇഞ്ചും കൂടി ഇട്ടിട്ടതിന് ശേഷമായിരുന്നു കട്ട് ചെയ്തെടുത്തത്. ഞാനിനി അതിൻ്റെ പുറമേ കൂടി മേൽ കാണി അല്ലെങ്കിൽ മേലടിപ്പും കൂടെ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ വൈറ്റ് അക്കോബ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം 3 ഇഞ്ച് വിഡ്ത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈറ്റ് ക്ലോത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്ലീവ്സിൻ്റെ എൻഡിലും ഈ വൈറ്റ് ഹക്കോബ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ടും ബാക്കും മെയിൻ പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ജോയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെയാണ് ജോയിൻറ്റ് ചെയ്യാറ്. ഇങ്ങനെ വെച്ചതിന് ശേഷം, അതായത് നമ്മുടെ ഷോൾഡർ പീസുകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് നേരെ അടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ആ തുമ്പുകൾ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിലെ ആ ഒരു ജോയിൻറ്റിൻ്റെ തുമ്പ പുറത്തേക്ക് തള്ളി വരാതിരിക്കും. അപ്പോൾ ഇതാണ് നല്ല നീറ്റ്നെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോൾഡർ ജോയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഷോൾഡറിൽ നിന്ന് താഴേക്കാണ് നമ്മൾ 2 സൈഡിലേക്കും അടിക്കുന്നത്. നോർമലി ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്യാൻ നേരം ആം ഹോളിൻ്റെ പോർഷനിൽ അല്പം കൂടുതലിട്ട് കട്ട് ചെയ്യാറുണ്ട്. ഇൻ കേസ് നമ്മുടെ ആം ഹോളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സസ് അഡീഷണലായിട്ട് ക്ലോത്ത് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് സ്ലീവ്സിൻ്റെ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ അല്പം എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവ്സും ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ കുർത്തിയുടെ സൈഡ് വൈസ് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സ്ലീവ്സിൻ്റെ ടിപ്പ് തൊട്ട് നമ്മുടെ ഹിപ്പ് പോർഷൻ വരെയുള്ള പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിപ്പ് വരെ കൊണ്ടുവന്ന് നമുക്ക് അടിച്ച് നിർത്താം. ഹിപ്പിൽ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തപ്പോൾ തന്നെ നോച്ചസ് ഇട്ട് മാർക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയാണ് നമ്മൾ ബാക്ക് ടാക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പം നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഈ ഒരു കുർത്തിക്ക് നമ്മൾ ബാക്ക് പോർഷന് പ്ലെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാ കുർത്തി പോലെയും, എന്നാൽ ഫ്രണ്ടിലെ ലുക്കിൽ ഒരു ആലിയ കട്ടിൻ്റെ കുർത്തിയും നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്ലിറ്റിൻ്റെ മറ്റേ പോർഷന് നമുക്ക് ഇതുപോലെ തന്നെ സ്ലിറ്റ് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുർത്തിയുടെ ഏറ്റവും ബോട്ടം പോർഷൻസ് കൂടി മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്ക് ഹെമ്മിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി കംപ്ലീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെമ്മിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ നെക്കിൽ വൈറ്റ് പാച്ചസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.